കഴിഞ്ഞ ദിവസം രാത്രി ബാലരാമപുരത്ത് യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ആ പ്രതി ഒളിവിലാണ്. പ്രതിയുടെ പേര് സുനിലെന്നാണ്. കഴിഞ്ഞ രാത്രിയാണ് ഓട്ടോറിക്ഷ കൊണ്ട് ഇടിപ്പിച്ചതിന് ശേഷം ഈ യുവാവിനെ, ശ്രീജിത്ത് എന്ന യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നത്. തേമ്പാമുട്ടം സ്വദേശിയായ സുനിലാണ് ഇപ്പോൾ ഒളിവിലുള്ളത്. ആക്രമണത്തിന് കാരണം വ്യക്തിവൈരാഗ്യമാണെന്നാണ് പോലീസ് പറയുന്നത്. ബാലരാമപുരം സ്വദേശിയായ ശ്രീജിത്തിനാണ് ഇന്നലെ രാത്രി വെട്ടേറ്റിരുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സലീം മാലിക് ചേരുകയാണ്. സലീം, ഇന്നലെ രാത്രിയായിരുന്നു വെട്ടിയതിനു ശേഷം ഇയാൾ അവിടെ നിന്ന് മുങ്ങുകയായിരുന്നെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഇയാളെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ എവിടെയാണെന്നതിനെ കുറിച്ച്? കൃഷിയുടെ നിലവിൽ അത് സംബന്ധിച്ച സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല. പോലീസ് വ്യാപകമായ പരിശോധനയിലാണ്. ഈ വെട്ടാനുള്ള കാരണം വ്യക്തിവൈരാഗ്യമാണ് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി കൂടുതൽ പരിശോധന വേണം. മാത്രമല്ല, ഈ ശ്രീജിത്തിന്റെ മൊഴി ശേഖരിച്ചാൽ മാത്രമേ ഇവർ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ കാരണം വ്യക്തമാകൂ. നിലവിൽ ഇന്നലെ ഈ മൊഴി രേഖപ്പെടുത്താനായി പോലീസ് എത്തിയെങ്കിലും ഈ ശ്രീജിത്ത് സംസാരിക്കാൻ പറ്റുന്ന നിലയിലായിരുന്നില്ല. ഇന്ന് രാവിലെയോടുകൂടി പോലീസ് എത്തി ഈ മെഡിക്കൽ കോളേജിലെത്തി ശ്രീജിത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. മാത്രമല്ല, അതിനുശേഷം ഈ തേമ്പാമൂട് സ്വദേശിയായ സുനിൽ അക്രമം നടത്തിയ ശേഷം അവിടെ നിന്നും മുങ്ങുകയായിരുന്നു. ഇപ്പോൾ ഒളിവിലുള്ള സുനിൽ എവിടെയാണ് എന്നുള്ളതിൽ പോലീസ് ഇപ്പോൾ കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ CCTVയുടെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ സുനിൽ പോയ വഴി തേടി സുനിലിനെ എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സുനിലിനെ കണ്ടെത്താൻ കഴിയും എന്നും പോലീസ് പറയുന്നു. ഇന്നലെ രാത്രി ബൈക്കിൽ വരികയായിരുന്ന ശ്രീജിത്തിനെ ഓട്ടോറിക്ഷ കൊണ്ട് ഇടിച്ചിട്ട ശേഷമായിരുന്നു ഈ പ്രതി സുനിൽ അക്രമം നടത്തിയത്. കയ്യിലും കാലിലും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ശ്രീജിത്തിനെ അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവർ തമ്മിലുള്ള വൈരാഗ്യത്തിന് കാരണം എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് വിശദമായ പരിശോധന നടത്തുകയാണ്. ഈ ശ്രീജിത്തിന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിൽ പോലീസിന് മുൻപിലുള്ള ദൗത്യം. അതിന് പിന്നാലെയാകും മറ്റു നടപടികളിലേക്ക് കടക്കുക. ക്രിസ്റ്റീന. ശരി, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.